അപ്പോൾ ഹലോ ഗൈസ്, ഇന്നൊരു ചെറിയ പരിപാടി ഉണ്ട്. ഞാൻ കുറച്ചുണ്ട് പറഞ്ഞത്. അപ്പോൾ രാവിലെ തന്നെ പല്ലേക്കാൻ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പോയി വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കോളേജിൽ ആം റെസ്ലിംഗ് കോമ്പറ്റീഷനാണ് NSS നടത്തുന്നത്. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ടാക്കി. സംഭവം നൈസ് ചെയ്യുന്നു കേട്ടാ. സംഭവമുള്ള തന്നെ പറയാമല്ലോ, നമ്മൾ NSS പൊളിയാന്ന് കേട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ പരിപാടി കാര്യങ്ങളൊക്കെ വെക്കലുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ പരിപാടി പുഷപ്പ് ചലഞ്ച് ചെയ്യുന്നു. പക്ഷേ എനിക്ക് അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ ഒന്നിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഓരോരാളെ കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മത്സരമാകുമ്പോൾ ഒരാൾ തോക്കും ഒരാൾ ജയിക്കും, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലാന്ന്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തന്നെ ഫോൺ കൊടുത്തിന്. അപ്പോൾ ഓൻ പറഞ്ഞ് ഞാൻ കുറച്ച് വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലും വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലിട്ടിടാണ് കണ്ട. ഇതുപോലത്തെ കുറേ ഉണ്ടാവും നമ്മളെ ചങ്ങായിമാരാണ്. പിന്നെ ഇതെല്ലാം കണ്ട് ഓവർ മോട്ടിവേറ്റ് ആയി ഞാൻ പോയി കളിച്ച് ഗ്രിപ്പ് ഇട്ടാത്തതുകൊണ്ട് പൊട്ടിപ്പോയി കേട്ടോ. അപ്പം ഇതിന് ഒരു പാഠം പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കുറേ ആൾക്കാർ മോട്ടിവേറ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. പക്ഷെ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. ട്രൈ ചെയ്യാണ്ട് നിൽക്കുന്നതിനെക്കാട്ടി നല്ല ട്രൈ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരാൾ ജയിച്ച് വന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളിയിലെ മാൻ ഓഫ് ദി മാച്ച്. മുഹമ്മദ് അലി എന്നാണ് പേര്, എൻ്റെ സീനിയറാണ്. സംഭവം ചങ്ങായി സിമ്പിളായിട്ട് എല്ലാവരും തൂക്കുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചങ്ങായി തന്നെ ആയിരിക്കും വിന്നർ. പക്ഷേ വീതി മറ്റൊന്നേനു. സംഭവം കമ്പനിക്കാർ കമ്പനി ചെക്കൻ തന്നെ ഇറക്കി. ചങ്ങായി ആണെങ്കിൽ എല്ലാവർക്കായിട്ട് ഡബിൾ സൈസ് ഉണ്ടായിന്. ഫൈനലിൽ മുഹമ്മദ് അലി സീഷാണ് എന്നെ ഏറ്റുവിട്ടത്. എന്തെല്ലാം പറഞ്ഞാൽ കമ്പനിക്കാരൻ കപ്പ് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മളെ വിജയ് മുഹമ്മദ് അലി തന്നെയാണ്. അപ്പോൾ ഓക്കെ, ബൈ.